നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിലെ 40ാം മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിന് മുന്നിൽ 225 എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയപ്പോൾ തല ഉയർത്തി നിന്നത് ഡൽഹിയുടെ തന്നെ നായകൻ ഋഷഭ് പന്ത്. 43 പന്തിൽ 5 ഫോറും 8 സിക്സും ഉൾപ്പെടെ 88 റൺസോടെയാണ് ഋഷഭ് പുറത്താകാതെ നിന്നത്. 204.65 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ഋഷഭ് കസറിയത്. ഗുജറാത്തിനെതിരായ പ്രകടനത്തോടെ ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിൽ ഋഷഭ് സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. സഞ്ജു സാംസൺ ഋഷഭിനെ മറികടന്ന് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇടം നേടില്ല എന്ന ഉറപ്പായിരിക്കുകയാണ്. നായകന്റെ സമ്മർദ്ദമില്ലാതെ പതിയെ തുടങ്ങുകയും അവസാന ഓവറുകളിൽ കത്തിക്കയറുകയും ചെയ്ത ഋഷഭിന് ലോകകപ്പിൽ ഇന്ത്യയുടെ മധ്യനിരയിൽ സീറ്റ് ഉറപ്പാണെന്ന് ഈ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ വിലയിരുത്തി പറയാൻ സാധിക്കും. അനായാസം ഡെത്ത് ഓവറിൽ റൺസ് ഉയർത്താൻ ഋഷഭിന് സാധിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ആവശ്യം മധ്യനിരയിൽ തകർത്തടിക്കുന്ന കീപ്പറെ കൂടിയാണ്. മാത്രമല്ല എപ്പോഴും ഫസ്റ്റ് ചോയ്സ് ഋഷഭ് തന്നെയായിരുന്നു ഇന്ത്യയുടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രകടനം മാത്രം വിലയിരുത്തി ഋഷഭിനെ ടീമിൽ കയറ്റാൻ തന്നെയായിരിക്കും സെലക്ടർമാർ നോക്കുക. ഈ സ്ഥാനത്തേക്ക് ഇനി മറ്റൊരാളെ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഒരു പ്രകടനത്തിലൂടെ താരം തന്നെ തെളിയിച്ചിരിക്കുന്നത്. കാറപകടത്തെ തുടർന്ന് ഏറെ നാൾ വിശ്രമത്തിലായിരുന്ന ഋഷഭ് മടങ്ങിവരവിൽ തന്റെ പഴയ മികവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മത്സരങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഋഷഭ് ഫിറ്റ്നസിൽ ഒരു പോരായ്മ ഉണ്ടായതായി കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടക്കുന്ന പ്രകടനം തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിരിക്കുന്നത്. മോഹിത് ശർമ്മ ഇറങ്ങിയ അവസാന ഓവറിൽ ഋഷഭിന്റെ ബാറ്റിംഗ് വിസ്ഫോടനമാണ് കണ്ടത്. മോഹിത്തിന്റെ ആദ്യ പന്തിൽ 2 റൺസാണ് ഋഷഭ് നേടിയത്. 2ാം പന്തിൽ സിക്സറും 3ാം പന്തിൽ ബൗണ്ടറിയും 4ാം പന്തിൽ സിക്സറും നേടി. അവസാന 2 പന്തുകളും അതിർത്തി കടത്തിയ ഋഷഭ് 4 സിക്സും 1 ഫോറും അടക്കം 30 റൺസാണ് ആ ഓവറിൽ അടിച്ചു കൂട്ടിയത്. ഒരു വൈഡ് ഉൾപ്പെടെ 31 റൺസാണ് ഈ ഓവറിൽ പിറന്നത്. പഴയതുപോലെ വ്യത്യസ്തമായ ഷോട്ടുകൾ കളിച്ച് അനായാസം റൺസ് ഉയർത്താൻ ഋഷഭിന് സാധിക്കുന്നുണ്ട്. ലൈൻ യോർക്കറുകൾ പോലും സിക്സർ പറത്താൻ ഋഷഭിന് സാധിച്ചിട്ടുണ്ട്. 20ാം ഓവറിൽ 100 പന്തുകളെങ്കിലും നേരിട്ട താരങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള രണ്ടാമത്തെ താരമായി ഋഷഭ് മാറിയിരിക്കുകയാണ്. 208.7 സ്ട്രൈക്ക് റേറ്റാണ് ഋഷഭിനുള്ളത്. 232.5 സ്ട്രൈക്ക് റേറ്റുള്ള എബി ഡിവിലിയേഴ്സാണ് തലപ്പത്തുള്ളത്. കഴിഞ്ഞ പ്രകടനത്തോടെ IPLലെ റൺ വേട്ടക്കാരിൽ 3ാം സ്ഥാനത്തേക്ക് ഉയരാനും ഋഷഭ് പന്തിന് സാധിച്ചിട്ടുണ്ട്. സഞ്ജു സാംസണേക്കാളും കൂടുതൽ റൺസ് നേടാനും ഋഷഭിന് സാധിച്ചു. സഞ്ജുവിനെ മറികടന്നാണ് ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ സഞ്ജുവിനേക്കാൾ മുന്നിലേക്ക് ഋഷഭ് എത്തിയത്. ഇപ്പോൾ സഞ്ജുവിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റും ഋഷഭിന്റെ പക്കൽ ആയിരിക്കുകയാണ്. സഞ്ജു സാംസൺ റൺസ് ഉയർത്തി ഡെത്ത് ഓവറുകളിൽ കടന്നാക്രമിച്ചിട്ടുള്ളത് വളരെ വിരളമാണ്. എന്നാൽ ദേശീയ ടീമിൽ സെലക്ടർമാർക്ക് വേണ്ടത് ഈ ഒരു മികവാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇനി ഋഷഭിനെ മറികടന്ന് ദേശീയ ടീമിലേക്ക് എത്താമെന്ന മോഹം വേണ്ട എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ 2ാം വിക്കറ്റ് കീപ്പറായി എത്താൻ ഇപ്പോഴും അവസരമുണ്ട് സഞ്ജു സാംസണ്. KL രാഹുൽ ശക്തമായി മത്സര രംഗത്ത് നിൽക്കുമ്പോൾ സഞ്ജുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സഞ്ജു സാംസൺ രാജസ്ഥാൻ നായകനായി കസറുന്നുണ്ട്. തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവും നടത്തുന്നുണ്ടെങ്കിലും നിർണായക ബാറ്റിംഗ് പ്രകടനവുമായി വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനുള്ള കഴിവ് സഞ്ജുവിനില്ല എന്നാണ് നിരീക്ഷകർ ഒരു ഭാഗത്തു നിന്ന് ആക്ഷേപിക്കുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് വലിയൊരു ഫാൻ ബേസ് തന്നെ നമ്മൾ അറിയാതെ തന്നെ സഞ്ജുവിന് ഉണ്ട് എന്നതാണ് സത്യം. സെലക്ടർമാർക്ക് പോലും പലർക്കും സഞ്ജുവിനെ ഇഷ്ടമാണ്. ഇന്ന് IPLലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സഞ്ജു സാംസൺ എന്ന് തന്നെയാണ് നിസ്സംശയം എല്ലാവരും പറയുക തന്നെ ചെയ്യുക. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിൽ മലയാളി താരത്തിന് വളരെ നിർണായകമാണ്. തകർപ്പൻ പ്രകടനം നടത്തുന്നതിനോടൊപ്പം തന്നെ വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനും സഞ്ജുവിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ ഒരു T20 ലോകകപ്പ് സഞ്ജുവിനെ സംബന്ധിച്ച് മത്സരിക്കാനാകാതെ വിഷമിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു സത്യം.